എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി ആശയവൈരുദ്ധ്യങ്ങളുടെയിൽ പ്രകൃതി ജീവനക്കാരുടെ വിശ്വാസങ്ങളും അവരുടെ ആചരണങ്ങളും 100% ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന കുറവനുസരിച്ച് ഉണ്ടാകുന്ന ഒരു സിൻഡ്രോം. അതായത് ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ആ ശരീരത്തെ ഏതെല്ലാം തരത്തിലുള്ള രോഗാണുക്കളും ബാധിക്കും, ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങളും ബാധിക്കാം. ഈ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ക്ഷയം അല്ലെങ്കിൽ അതിന്റെ ഓജക്ഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്ക് പതുക്കെ പോവുക. വരുന്ന പനികൾ മാറില്ല, ഏൽക്കുന്ന മുറിവുകൾ കഴിയില്ല, അങ്ങനെ പതുക്കെ അയാൾ മരണത്തിലേക്ക് നടത്തി നിർത്തുക. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ തകരാറാണ്, ഇമ്മ്യൂണിറ്റിയുടെ കുറവാണ്. ഇമ്മ്യൂണിറ്റി കുറയാനുള്ള കാരണത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യാതെ കൃത്രിമമായി മരുന്ന് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ നടക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രം അതുകൊണ്ട് തന്നെ ഇക്കാലവും പരാജയമായിരിക്കും. കാരണം അവർക്കൊരിക്കലും മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഒരേ ഒരു മരുന്നെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ള തന്ത്രങ്ങൾ അവർക്കറിയില്ല. അതറിയാവുന്ന ഒരേ ഒരാളുകൾ പ്രകൃതിയെ, അമ്മയെ മാനിക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ജീവനക്കാർ അല്ലെങ്കിൽ പ്രകൃതി സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, പ്രകൃതിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണ് എയ്ഡ്സിന്റെ കാര്യത്തിലുള്ളത്. നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. ശുദ്ധമായ വായു നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശുദ്ധമായ ജലം നിങ്ങൾ കഴിക്കുന്നു, പച്ചവെള്ളം, ജീവസ്ഭാവമുള്ള പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളം നിങ്ങൾ കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നല്ല ഭക്ഷണം, അതായത് കൃത്രിമത്വങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത, രാസപദാർത്ഥങ്ങളൊന്നും കൂടുതൽ അടങ്ങിയിട്ടില്ലാത്ത ലളിതമായ സ്വാഭാവികമായ ഭക്ഷണം ലളിതമായ തലത്തിൽ കഴിക്കുക. ലളിതമായ തലത്തിൽ നിന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. അതായത് ദിവസം ഒരു നേരം റോ ഫുഡ് അല്ലെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ പോലും ആരോഗ്യത്തെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ റോ ഫുഡിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം കുറച്ച് കഴിച്ചാൽ അത്രത്തോളം ആരോഗ്യം കൂടുന്ന ഒരു ഭക്ഷണമാണ് ലളിതമായ ഭക്ഷണം. ഈ ലളിതമായ ഭക്ഷണം സ്വീകരിക്കുക. ഒപ്പം തന്നെ നല്ല ശാരീരികവും മാനസികവുമായ വ്യാപാരങ്ങളിലൂടെ പുലർത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സയായിരിക്കും എയ്ഡ്സിന് പോലും അത്. ഈ ജീവനക്രിയയാണ് പ്രകൃതിവാദികൾക്കുള്ളത്, പ്രകൃതി ജീവനക്കാർക്കുള്ളത്. ഈ ലളിതമായ സിദ്ധാന്തത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇന്ന് എത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രകൃതി എയ്ഡ്സ് രോഗികളുണ്ടെങ്കിൽ ആ രോഗികൾ മുന്നോട്ട് വരട്ടെ. അവരെ സ്വന്തം റിസ്കിൽ ഏറ്റെടുക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള പ്രകൃതി ചികിത്സകർ തയ്യാറാണ്. അവർക്ക് ഇന്നുള്ളതിനേക്കാൾ ഒരു 10 മടങ്ങ് അധികം സ്വാസ്ഥ്യം പ്രകൃതി ജീവനത്തിൽ കൂടി, പ്രകൃതി ജീവനത്തിന്റെ ലളിത ക്രിയകളിൽ കൂടി നമുക്ക് നൽകാൻ കഴിയുമെന്ന് 20 വർഷക്കാലത്തെ അനുഭവത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുകയാണ്. ഒപ്പം തന്നെ വിനയമായി പറയുകയാണ്. ശ്രദ്ധിക്കാവുന്നവർ, കാതുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ. ഞാൻ പ്രകൃതിയുടെ മുന്നിലേക്ക് ഈ ലളിതമായ മെസ്സേജ് അതിനെ വിശ്വസിക്കുന്നവരുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് എയ്ഡ്സിനെ കുറിച്ചുള്ള എൻ്റെ ഈ പ്രതിപാദനം കാലാവസ്ഥാനം